2025 എന്ന വർഷത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ലോകത്ത് നടക്കാനിരിക്കുന്നതെന്നതിനെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? സാധാരണയായിട്ട് എല്ലാ വർഷവും ഡിസംബർ മാസങ്ങളിൽ ഇന്റർനെറ്റിൽ വലിയ രീതിയിൽ തന്നെ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് നോസ്ട്രാഡാമസിന്റെയും അതുപോലെ തന്നെ ബാബ വാങ്കയുടെയും ഭാവി പ്രവചനങ്ങൾ എന്നത്. അത്തരത്തിൽ തന്നെ അവർ വരാനിരിക്കുന്ന 2025 എന്ന വർഷത്തെക്കുറിച്ച് പ്രവചിച്ചിട്ടുള്ള ചില പ്രവചനങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഒരു എപ്പിസോഡിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. എല്ലാ വർഷവും എന്തുകൊണ്ടാണ് ബാബ വാങ്കയുടെയും നോസ്ട്രാഡാമസിന്റെയും പ്രവചനങ്ങൾ ആളുകൾ എന്തു കാരണത്താലാണ് ചർച്ച ചെയ്യുന്നതെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന്റെ പ്രധാന കാരണം എന്നത് ശരിക്കും പൂർണ്ണമായും ഇല്ല എങ്കിൽ പോലും ഓരോ വർഷത്തെക്കുറിച്ചും ഇവർ മുൻകൂട്ടി പ്രവചിച്ചിട്ടുള്ള പല കാര്യങ്ങളും നടക്കാറുണ്ട് എന്നൊരു കാര്യം തന്നെയാണ്. ഇവരിൽ ആദ്യം തന്നെ നമുക്ക് നോസ്ട്രാഡാമസിന്റെ പ്രവചനങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. 1500കളിൽ ജീവിച്ചിരുന്ന ഒരു ഫ്രഞ്ച് ആസ്ട്രോളജും അതുപോലെ തന്നെ ഒരു പ്രവചകനുമാണ് നോസ്ട്രാഡാമസ് എന്നത്. അദ്ദേഹത്തിന്റെ പ്രവചനങ്ങളിൽ ഒന്നാമതായിട്ട് വരുന്നത് UK-യിൽ ബ്രിട്ടനിൽ പ്ലേഗ് പോലുള്ള ഒരു പകർച്ചവ്യാധിക്ക് തുടക്കം കുറിക്കുമെന്നതാണ്. നമുക്കറിയാം പ്ലേഗ് എന്നത് ജീവജാലങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് എത്തുന്ന പല ബാക്ടീരിയകളുമാണ് ഇതിന് കാരണമാകുന്നത്. ഇത് വലിയ രീതിയിൽ തന്നെ ബ്രിട്ടനിൽ പടർന്ന് ജനങ്ങളെയെല്ലാം ഒരുപോലെ ബാധിക്കുമെന്നതാണ് ഫ്രഞ്ച് പ്രവചകനായിട്ടുള്ള നോസ്ട്രാഡാമസ് ഒന്നാമതായിട്ട് പ്രവചിച്ചിട്ടുള്ള കാര്യം എന്നത്. രണ്ടാമതായിട്ട് അദ്ദേഹം എടുത്തു പറയുന്ന മറ്റൊരു കാര്യമാണ് പ്രകൃതി ദുരന്തങ്ങൾ എന്നത്. നമുക്കറിയാം 2024 എന്ന ഈ ഒരു വർഷത്തിൽ തന്നെ കേരളത്തിൽ പ്രത്യേകിച്ച് വയനാട് എന്ന ജില്ലയിൽ തന്നെ ഉരുൾപൊട്ടൽ പോലുള്ള പല ദുരന്തങ്ങളും സംഭവിച്ചതാണ്. എന്നാൽ ഇദ്ദേഹം അഭിപ്രായപ്പെടുന്നത് ബ്രസീൽ എന്ന രാജ്യത്ത് 2025 എന്ന വർഷത്തിൽ ഒരുപക്ഷെ ഏതെങ്കിലും തരത്തിലുള്ള പ്രകൃതി ദുരന്തം സംഭവിച്ചേക്കാം എന്നതാണ്. മൂന്നാമതായിട്ട് അദ്ദേഹം എടുത്തു പറയുന്ന മറ്റൊന്നാണ് ഇന്ത്യ എന്ന രാജ്യം വ്യോമയാന അഥവാ ഏവിയേഷൻ മേഖലയിലും ടൂറിസം മേഖലയിലും വലിയ രീതിയിലുള്ള കാര്യമായ പുരോഗതി ഉണ്ടാകുമെന്നതാണ്. നിലവിൽ നമ്മൾ ഈ പറഞ്ഞ മേഖലകളിൽ ഇന്ത്യയുടെ സ്ഥാനം എന്നത് 4ാമത്തെയും 5ാമത്തെയും എല്ലാം സ്ഥാനത്താണ് ഇന്ത്യ ഉള്ളത്. എന്നാൽ 2025 കൂടി ഇന്ത്യ ബ്രിട്ടനെ മറികടന്നുകൊണ്ട് ലോകത്ത് 3ാമതായിട്ട് ഈ പറഞ്ഞ മേഖലകളിലേക്കെല്ലാം മാറി വരും എന്നതാണ് നോസ്ട്രാഡാമസ് അഭിപ്രായപ്പെടുന്ന 2ാമത്തെ പ്രവചനം എന്നത്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നോസ്ട്രാഡാമസ് 2025 എന്ന വർഷത്തിൽ നടക്കാനായിട്ട് പോകുന്ന പ്രവചിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്നത്. ഇനി നമുക്ക് ബാബ വാങ്കയുടെ പ്രവചനങ്ങളിലേക്ക് നോക്കുമ്പോൾ അതിൽ ആദ്യം തന്നെ കാണാനാകുന്നത് ദ ഗ്രേറ്റ് വാർ അഥവാ വലിയൊരു യുദ്ധങ്ങൾക്ക് ലോകം തുടക്കം കുറിക്കുമെന്നതാണ്. ഇപ്പോൾ നമുക്കറിയാം റഷ്യ ഉക്രൈൻ യുദ്ധം ഒരവസാനവും ഇല്ലാതെ നിലനിൽക്കുന്നു. അതുപോലെ തന്നെ ഇസ്രായേൽ ആൻഡ് ഫലസ്തീൻ യുദ്ധം, അതുകൂടാതെ തന്നെ സിറിയ എന്നിങ്ങനെ പല രാജ്യങ്ങളും ഇന്ന് പരസ്പരം ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇത് 2025 കൂടി ശക്തമായ പല രാജ്യങ്ങളും യുദ്ധം ചെയ്ത് യുദ്ധത്തിനായിട്ട് കൂടുതൽ രാജ്യങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇത് ഒരു 3ാം ലോക മഹായുദ്ധമായി മാറുമോ എന്ന് പോലും അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട്. രണ്ടാമതായിട്ട് അദ്ദേഹം എടുത്തു പറഞ്ഞ മറ്റൊരു കാര്യമാണ് 2025 എന്ന വർഷത്തോടു കൂടി സയൻസ് ആൻഡ് മെഡിസിൻ മേഖലയിൽ വലിയ രീതിയിൽ തന്നെ വളർച്ച ഉണ്ടാകുമെന്നൊരു കാര്യമാണ്. നമുക്കറിയാം ഓരോ ദിവസവും സയൻസ് ശാസ്ത്രം വളരെ വേഗത്തിലാണ് ലോകത്ത് ദിനം പ്രതി വളർന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിനപ്പുറത്തേക്ക് വെർച്വൽ വേൾഡ്, VR ഹെഡ്സെറ്റുകൾ എന്നിങ്ങനെ പല വലിയ കണ്ടുപിടുത്തങ്ങളിലേക്കുമെല്ലാം സയൻസ് ആൻഡ് മെഡിസിൻ മേഖല 2025 എന്ന വർഷത്തോടു കൂടി വലിയ പുരോഗതികളോട് കൂടി മാറി വരുമെന്നൊരു കാര്യമാണ് ബാബ വാങ്കെ 2025 എന്ന വർഷത്തിൽ 2ാമതായിട്ട് പ്രവചിച്ചിട്ടുള്ള മറ്റൊരു കാര്യം എന്നത്. ഇതൊക്കെയാണ് പ്രധാനമായും നോസ്ട്രാഡാമസും ബാബ വാങ്കയും പ്രവചിച്ചിട്ടുള്ള ഭാവി പ്രവചനങ്ങൾ എന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ജസ്റ്റ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും താഴെ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.